ഹായ് നമസ്കാരം. AVS വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ഡേയ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹിരോഷിമ ദിനം എന്നാണ്? ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. രണ്ടാമത്തെ ചോദ്യം, 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 അണുബോംബ് വർഷിച്ചത്. മൂന്നാമത്തെ ചോദ്യം, അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ഓഗസ്റ്റ് 6. നാലാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്? അഞ്ചാമത്തെ ചോദ്യം, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു? ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന് 4400 കിലോഗ്രാം ഭാരവും 3 മീറ്റർ നീളവും ഉണ്ടായിരുന്നു. ആറാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് വിക്ഷേപിച്ച ബോംബർ വിമാനത്തിൻ്റെ പേരെന്താണ്? ഹിരോഷിമയിൽ അണുബോംബ് വിക്ഷേപിച്ച ബോംബർ വിമാനത്തിൻ്റെ പേര് എനോള ഗേ എന്നാണ്. ഏഴാമത്തെ ചോദ്യം, എനോള ഗേ എന്ന ബോംബർ വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ W. ടിബറ്റ്സ് ആയിരുന്നു എനോള ഗേ എന്ന ബോംബർ വിമാനത്തിൻ്റെ പൈലറ്റ്. എട്ടാമത്തെ ചോദ്യം, അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിനു പകരമായിട്ടാണ് അണുബോംബ് പ്രയോഗിച്ചത്? അമേരിക്കയുടെ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത്. ചോദ്യം നമ്പർ 9, ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ച യുദ്ധം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിച്ചത്. പത്താമത്തെ ചോദ്യം, ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? യുറേനിയം 235 എന്ന മൂലകമാണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. 11ാമത്തെ ചോദ്യം, ഹിരോഷിമയിലെ അണുബോംബ് വർഷത്തിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണമടഞ്ഞ പെൺകുട്ടി ആരാണ്? സഡാക്കോ സസക്കി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 12ാമത്തെ ചോദ്യം, സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645 കൊക്കുകളെയാണ് സഡാക്കോ സസക്കി ഉണ്ടാക്കിയത്. 13ാമത്തെ ചോദ്യം, 2 ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഏക വ്യക്തിയായി അറിയപ്പെടുന്ന ജാപ്പനീസ് മറൈൻ എഞ്ചിനീയർ ആരാണ്? സുറ്റോമു യമഗുച്ചി എന്ന ജാപ്പനീസ് മറൈൻ എഞ്ചിനീയറാണ് 2 ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്. 14ാമത്തെ ചോദ്യം, ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 15, ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16, ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായ പ്രസ്ഥാനം ഏതാണ്? പഗ്വാഷ് എന്നാണ് ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17, ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? മെക്സിക്കോ മരുഭൂമിയിലാണ് ആദ്യമായിട്ട് അണുബോംബ് പരീക്ഷിച്ചത്.
ക്വസ്റ്റ്യൻ നമ്പർ 18. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ട്രിനിറ്റി എന്ന പേരിലാണ് ആദ്യത്തെ അണുപരീക്ഷണം അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? 1945 ജൂലൈ 16 ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 20. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. ഈ 20 ചോദ്യോത്തരങ്ങൾ നന്നായി പഠിക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക് യു.